ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ മക്കളെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. റെഡി? അപ്പോൾ എൻ്റെ കുട്ടികൾ പറഞ്ഞേ, നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? നമുക്കൊന്ന് ഓർത്തെടുക്കാം അല്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്ക് എനർജി കിട്ടണം അല്ലേ? നിങ്ങൾക്ക് ഓടി ചാടി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എനർജി കിട്ടണം അല്ലേ? എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എനർജി ഒക്കെ കിട്ടാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം അല്ലേ? രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണം. പിന്നെ നമുക്ക് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ലപോലെ നടക്കണം അല്ലേ? അങ്ങനെ നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുണ്ട്. ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമുക്കുള്ളത്? നമ്മുടെ ഭക്ഷണത്തിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? എല്ലാം ഒരേപോലത്തെ ഫുഡാണോ നമ്മൾ കഴിക്കണേ? യെസ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, എനർജി കിട്ടാൻ, ഇമ്മ്യൂണിറ്റിക്ക്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ? യെസ്. പൾസസ് ഉണ്ട്. വെരി ഗുഡ്. പൾസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ വരും. പിന്നെ നമുക്ക് ധാന്യങ്ങൾ അഥവാ സെറിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ പഴങ്ങൾ അഥവാ ഫ്രൂട്ട്സ്. പിന്നെ വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ. പിന്നെ ലീഫി വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ ചീര, മുരിങ്ങ, ഇതൊക്കെ ഉണ്ടല്ലോ. അതിനകത്തൊക്കെ ഭയങ്കര ധാരാളമായിട്ട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണ സാധനങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ കുറേ കഴിക്കാൻ പാടുണ്ടോ? ചോറൊക്കെ കുറേ കഴിക്കുന്നത് നല്ലതാണോ? അല്ല അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്? എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതുമാത്രമല്ല, നമ്മൾ എത്ര അളവിൽ കഴിക്കുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി. ചോറ് നല്ലതാണെന്ന് പറഞ്ഞാൽ കുറേ ചോറ് കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കണം. പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കുറേ കഴിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി. ഓക്കെ, പിന്നെ നമ്മൾ ഏത് സമയം കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ നമ്മൾ ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ കഴിക്കണം, അല്ലാതെ 10 മണിക്കും നമ്മൾ പോയി കഴിക്കാൻ പാടില്ല. അപ്പം നമ്മളെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡും, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര അളവിൽ കഴിക്കുന്നു, പിന്നെ ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല ആഹാരമാണോ കഴിക്കുന്നത്? നല്ല പൊരിച്ചതും വറുത്തതും ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അധികം കഴിക്കുന്നത് നല്ലതല്ല. അതാണ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതെല്ലാം എന്താണ്? നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഇപ്പോൾ എന്ത് നല്ല സാധനമാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിന് നന്നാവില്ല. ഓക്കെ, യെസ്. അപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അത് മെയിനായിട്ട് നമുക്ക് എന്തിനാണ്? എനർജി അഥവാ ഊർജം തരാനാണ്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ സിറിൽസിലും ട്യൂബേഴ്സിലുമാണ്. അതായത് ധാന്യവർഗ്ഗങ്ങൾ ഉണ്ടാവില്ലേ? ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ്, ഇതിനകത്തൊക്കെ ഉണ്ടാകും. പിന്നെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിലും ധാരാളമായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോംസ്, ഇത് എക്സാമിന് ചോദിക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? സ്റ്റാർച്ച് ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ, ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എങ്ങനെയാണ് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു രൂപമാണ് നമ്മുടെ സ്റ്റാർച്ച് അല്ലേ? സ്റ്റാർച്ച് അഥവാ അന്നജം കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു രൂപമാണ്, ഒരു ഫോമാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും മക്കളെ? വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അയഡിൻ ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ കഞ്ഞിവെള്ളം എടുക്കുക, അതിനകത്തേക്ക് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലൂ കളർ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഉണ്ട്. ബ്ലൂ കളർ ആയിട്ടില്ലെങ്കിൽ അതിനകത്ത് സ്റ്റാർച്ച് ഇല്ല. അപ്പോൾ അയഡിൻ ടെസ്റ്റാണ് നമ്മൾ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നത്തെ ആളാണ് നമ്മുടെ പ്രോട്ടീൻ അല്ലേ? നമ്മുടെ മുട്ട, പാല്, നട്ട്സ്, മീറ്റ്, ഫിഷ് അല്ലേ? നമ്മുടെ പൾസസ്, ഇതിലെല്ലാം നമുക്ക് ധാരാളമായിട്ട് എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? അപ്പം നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താ? എന്താണ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ? എന്താണ്? യെസ്, പോരട്ടെ. പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എത്തിയില്ല.
ഗ്രോത്ത് അല്ലേ, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനും, അതായത് ശരീര വളർച്ചയ്ക്കും ശരീര നിർമ്മിതിക്കും അത്യാവശ്യമാണ് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് കൂടാതെ നമ്മുടെ സെൽസിന്റെ ഫോർമേഷൻ, ഹെയറിന്റെ ഫോർമേഷൻ, ഡൈജസ്റ്റീവ് ജ്യൂസ് അഥവാ ദഹനരസങ്ങളുടെ ഫോർമേഷൻ, രൂപീകരണം, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ വേണം. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അഥവാ നമുക്കില്ലെങ്കിൽ പ്രോട്ടീൻ നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. റെഡി? അപ്പോൾ ഒന്ന് ഗ്രോത്തും ഡെവലപ്മെന്റും, നമ്മുടെ ബോഡിയുടെ ശരീര വളർച്ചയും അതേപോലെ തന്നെ ശരീര നിർമ്മിതിക്കും, പിന്നെ ശരീര കോശങ്ങളുടെ ബോഡി സെൽസിന്റെ ഫോർമേഷൻ, ഹെയർ സെൽസിന്റെ ഫോർമേഷൻ, ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ ഫോർമേഷൻ ഒക്കെ സഹായിക്കും. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ, കാർബോഹൈഡ്രേറ്റിന്റെ ആബ്സെൻസിൽ നമുക്ക് എന്ത് തരും? എനർജിയും തരും. ഓക്കെ, ഇനി നമ്മളിതാ ഈ പ്രോട്ടീൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന 2 അസുഖങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാണ് ക്വാഷിയോർക്കർ, മറ്റേതാണ് മരാസ്മസ്. ഓക്കെ, ക്വാഷിയോർക്കറിന്റെ കേസിലാണ് ഇങ്ങനെ വയറുന്തി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, പിന്നെ നമ്മുടെ പ്രോട്ടീൻ സോഴ്സസ് നമുക്ക് ചെറുപയർ പറയാം, പനീർ പറയാം, കാഷ്യൂ, പിന്നെ നമ്മുടെ പീനട്ട് കടലപ്പരിപ്പ് പറയാം, പിന്നെ കടലപ്പരിപ്പ് അല്ല കടല, പിന്നെ നമ്മുടെ മിൽക്ക് നിലക്കടല എന്നാണ് ഇതിനെ പറയാം കേട്ടോ, നിലക്കടല. ഓക്കെ, നിലക്കടല. പിന്നെ നമ്മുടെ പാല്, മുട്ട, ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ പ്രോട്ടീൻ സോഴ്സസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് ഫാറ്റ്. അതിൽ നമുക്ക് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഉണ്ട്, നെയ്യ് അഥവാ ഗീ ഉണ്ട്, പിന്നെ ചീസ് ഉണ്ട്, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ ഫ്രൈഡ് ഐറ്റംസിൽ സൺഫ്ലവർ ഓയിൽ, ഇതിലൊക്കെ നമുക്കുള്ളത് എന്താണ്? ഇതിലൊക്കെ നമുക്കുള്ളത് ഫാറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫാറ്റും നമുക്ക് എന്തിനെ സഹായിക്കുന്നുണ്ട്? നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട്. കാർബോഹൈഡ്രേറ്റിനൊക്കെ പോലെ തന്നെ നമുക്ക് എനർജി തരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? നമുക്ക് അത്യാവശ്യമാണ്. ഫാറ്റ് ഇല്ലെങ്കിൽ എന്താ പറ്റുക? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ മക്കളെ? നമ്മളിനി വൈറ്റമിൻസിൻ്റെ കാര്യം പഠിക്കും അല്ലേ. നമുക്ക് പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അതിൽ ADEK ആണ് നമ്മുടെ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ്, ബിയും സിയും നമ്മുടെ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ ഈ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ് നമ്മുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമുണ്ട്. പക്ഷേ ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ ഫാറ്റ് വേണം. ഓക്കെ, കൊഴുപ്പില്ലെങ്കിൽ ഈ വൈറ്റമിൻസിനെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പോലും പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ ഫാറ്റ് ഒരു കറക്റ്റ് അളവിൽ നമുക്ക് എന്താണ്? അത്യാവശ്യമാണ്. കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് അസുഖം വരുത്തും. ഓക്കെ, പക്ഷേ ഒരു കുറഞ്ഞ അളവിൽ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഫാറ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യുക? അപ്പം നമുക്ക് 2 ഭക്ഷണ സാധനങ്ങൾ തന്നു, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് കൊഴുപ്പുള്ളത്. അപ്പം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഉരച്ച് നോക്കുക. അങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ ഇതേപോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് കൊഴുപ്പുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും? റെഡി? ഇനി ഫാറ്റിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് കൊളസ്ട്രോള്. ഈ കൊളസ്ട്രോൾ ഒരളവിലും കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തധമനികളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം പോലത്തെ അസുഖങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറക്റ്റ് അളവിലാണ് ഇതൊക്കെ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ കണ്ടോ, കൊഴുപ്പ് അഴിഞ്ഞുകൂടി നമ്മുടെ രക്തത്തിന് ഒഴുകാൻ സ്ഥലമില്ലാതെയാവും. സാധാരണ നല്ല സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, പക്ഷെ ഇവിടെ നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ആക്കണത് പോലെ നമ്മുടെ കൊഴുപ്പ് ബ്ലോക്കാക്കി. അപ്പോൾ ഇവർക്ക് ഒഴുകാൻ സ്ഥലമില്ല. ഓക്കെ, യെസ്, അതെൻ്റെ കുട്ടിക്ക് റെഡിയല്ലേ? ഇനി നമ്മൾക്കിതാ വൈറ്റമിൻസ്. മക്കളെ, ഈ വൈറ്റമിൻസ് എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ഇത് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിനായിക്കോട്ടെ, നമ്മുടെ ആരോഗ്യത്തിനായിക്കോട്ടെ, പല ആവശ്യങ്ങൾക്ക് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് വൈറ്റമിൻസ്. ഈ വൈറ്റമിൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പാല്, മുട്ട, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സോഴ്സ്. ഓക്കെ, വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്. യെസ്, അപ്പോൾ വൈറ്റമിൻസ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയാ മക്കളെ? അതാണ് വാട്ടർ സോല്യുബിൾ എന്ന് വെച്ചാൽ എന്താ? ജലത്തിൽ ലയിക്കുന്നവ. ഓക്കെ, ജലത്തിൽ ലയിക്കുന്നവ, അതാണ് ബിയും സിയും. ഓക്കെ, ഫാറ്റ് സോല്യുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ADEK ഫാറ്റ്, അതുപോലെ തന്നെ ബിയും സിയും നമ്മുടെ വാട്ടർ എന്ന് പഠിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കോഡ്? നമ്മുടെ ഫാറ്റി ഡെക്ക് വാട്ടറിൽ ബിസിയാണ്. അപ്പോൾ ഫാറ്റി ഡെക്കിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നിങ്ങൾ മാറ്റണം. DUCK മാറ്റിയിട്ട് DEAK ആക്കണം. അപ്പം നമ്മുടെ ഫാറ്റി ഡെക്ക്, ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ് ബിസിയാണ്. അവർ വെള്ളത്തിൽ ഇങ്ങനെ ബിസിയാണ്. അപ്പം ബിയും സിയും എന്താണ്? വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ വൈറ്റമിൻസ്
ഇതാണ് മിസ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഫാറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ചില സമയത്ത് നിങ്ങളോട് എക്സാമിന് ചോദിക്കും, ഈ ഫാറ്റ് ഇല്ലെങ്കിൽ അത് ഏത് വൈറ്റമിൻസിന്റെ അബ്സോർപ്ഷനെയാണ് ബാധിക്കുക? ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസിന്റെ. അത് പേര് തന്നെ നോക്കിക്കേ മക്കളെ, ഫാറ്റ് സോല്യുബിൾ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പൊ കൊഴുപ്പില്ലെങ്കിൽ ഇത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന അസുഖമാണ് നിശാന്തത അല്ലേ? അപ്പൊ നമുക്ക് അത് പഠിക്കാനുണ്ട്, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാ. അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ എന്തറിയണം? ഓരോ വൈറ്റമിൻസിനെയും കൊണ്ടുള്ള ഗുണങ്ങൾ അറിയണം. നോക്കാം, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണേ. ഓക്കെ, അപ്പൊ ഓരോ വൈറ്റമിൻസ് നമുക്ക് എടുക്കാലോ. ആദ്യം നമ്മുടെ വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് നമ്മുടെ കണ്ണിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ, ഹെയറിൻ്റെ ഒക്കെ ആരോഗ്യം. കണ്ണ്, ത്വക്ക്, തലമുടി, ഇതിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് നമുക്ക് എന്ത് വേണം? വൈറ്റമിൻ എ വേണം. ഓക്കെ, യെസ്. പിന്നെ വൈറ്റമിൻ ബി. അപ്പൊ ബി ഫോർ ബ്രെയിൻ എന്ന് ആലോചിക്കുക. നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം, തലച്ചോറിന്റെ ആരോഗ്യം, പിന്നെ നെർവ്സ്, തലച്ചോറിനോട് ബന്ധപ്പെട്ട് നാഡികൾ ഉണ്ടാവുമല്ലോ, നാഡികളുടെ ആരോഗ്യം, പിന്നെ ഹൃദയത്തിന്റെയും സ്കിന്നിന്റെയും ആരോഗ്യത്തിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ വൈറ്റമിൻ ബി വേണം. ഓക്കെ, പിന്നെ വൈറ്റമിൻ സി എന്ന് പറയുമ്പം സിയുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന ഒരു അസുഖം ഏതായിരുന്നു? ആരാ പറയാ നോക്കട്ടെ? വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരും. അതേതാ? ഏത് അസുഖം മക്കളെ വരിക വൈറ്റമിൻ സി ഇല്ലാണ്ടായാല്? എന്ത് വരും? നമ്മുടെ സ്കർവിയിലെ ഗംസ് ഒക്കെ ബ്ലീഡ് ചെയ്യും, മോണയിൽ നിന്ന് രക്തം വരും. അപ്പൊ ഇതെന്താണ്? രക്തം വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബ്ലഡ് വെസൽസ് ലീക്കാണ്. അപ്പൊ ബ്ലഡ് വെസൽസിനെ ബാധിക്കും, അല്ല അതിന്റെ ആരോഗ്യത്തിന് വേണം. പിന്നെ നമ്മുടെ പല്ല്, വായിൽ നിന്നാണല്ലോ രക്തം വരുന്നത്. അപ്പൊ പല്ല്, മോണ, ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് നമുക്ക് എന്ത് വേണം? വൈറ്റമിൻ സി വേണം. പിന്നെ നമുക്ക് പ്രതിരോധ ശക്തി കിട്ടാൻ, അല്ലെ? പ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖമൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ നെല്ലിക്കൊക്കെ കഴിക്കാൻ പറയും. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. പിന്നെ വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ എല്ല്, പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, പിന്നെ പ്രതിരോധത്തിന് ആവശ്യമാണ്. പിന്നെ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നെർവ്സ്, നാഡികളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് നമുക്ക് വേണം. പിന്നെ വൈറ്റമിൻ കെ, രക്തം കട്ട പിടിക്കാൻ. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. ഇങ്ങനെ വെറുതെയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അച്ഛനോടും അമ്മേനോടൊക്കെ പറയാം, അമ്മ അച്ഛ, നെർവ്സിന്റെ ഹെൽത്തിന് വേണ്ടത് വൈറ്റമിൻ ഇ, ഗംസിന്റെ ഹെൽത്തിന് വേണ്ടത് വൈറ്റമിൻ സി, ബോൺസിന്റെയും ടീത്തിന്റെയും ഹെൽത്തിന് വേണ്ടത് വൈറ്റമിൻ ഡി. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇത് നമുക്ക് ഓർമ്മയുണ്ടാവാം. ഇനി അങ്ങനെ പറയോ? കർവി അല്ല മക്കളെ, സ്കർവി. ഇനി അങ്ങനെ പറയോ? ഓക്കെ, ഓക്കെ. ഇനി ഇതാ നമുക്കിത് എവിടെ നിന്നൊക്കെ കിട്ടും? ഇപ്പോൾ വൈറ്റമിൻ എ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ക്യാരറ്റ്, പച്ചക്കറികളിൽ നിന്ന് കേട്ടോ, എമറാന്തസ്, അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് പ്രൊഡക്ട്സ്, ഓക്കെ, പാലുൽപ്പന്നങ്ങൾ, കരള്, അതുപോലെ തന്നെ പീ ലീവ്സ്, പയറുചെടിയുടെ ഇല, തെറോ ലീവ്സ്, നമ്മുടെ ചേമ്പില, പിന്നെ മുരിങ്ങ ഇല എന്നൊക്കെ കിട്ടും. പച്ചക്കറികളിൽ നിന്നും ഇലക്കറികളിൽ നിന്നാണ് കിട്ടുക. പിന്നെ വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ബി ഫോർ ബ്രെയിൻ, അതേപോലെ തന്നെ ബ്രാൻ ഓഫ് സെറൽസ്, ബ്രാൻ എന്ന് പറഞ്ഞാൽ തവിട്, തവിടുന്ന് കിട്ടും. പിന്നെ പാല്, മുട്ട, ചേമ്പില, മട്ടയരിയില്ലേ, മട്ടയരി എന്നൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ ആലോചിക്കുക, പുളിപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം നെല്ലിക്ക, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഗൂസ്ബെറി, നെല്ലിക്ക, മുരിങ്ങ ലീവ്സ്, പപ്പായ, ലെമണൊക്കെ നല്ല പുളിപ്പല്ലേ, അതിനകത്ത് നമുക്ക് വൈറ്റമിൻ സി കിട്ടും. ഓക്കെ, പിന്നെ വൈറ്റമിൻ ഡി ആണെങ്കിൽ ഇത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് കുറവാണ്, പക്ഷെ ഇത് കൂടുതലും നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ സൺലൈറ്റ് കൊണ്ടാലാണ് നമുക്ക് എന്ത് ചെയ്യുക? വൈറ്റമിൻ ഡി കിട്ടുക. ഓക്കെ, ഇനി വൈറ്റമിൻ ഇ ആണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽസ്, ഫാറ്റ് സോല്യുബിൾ അല്ല, അപ്പോൾ വെജിറ്റബിൾ ഓയിൽസ്, പിന്നെ പീനട്ട്, ആൽമണ്ട്, ഇതിൽ നിന്നൊക്കെയാണ് കിട്ടുക. ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ എമറാന്തസ്, ഇതിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ചില സമയത്ത് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഒരാൾക്ക് സ്കർവി ആണ്, ഓക്കെ, സ്കർവി എന്ന് പറയുന്ന അസുഖമാണ്. അപ്പോൾ ആ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അപ്പോൾ സ്കർവി എന്ന് പറയുന്ന അസുഖത്തിന് കാരണം വൈറ്റമിൻ സി ഇല്ലാത്തതാണ്. അപ്പോൾ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അതേപോലെ ചിലപ്പോൾ ചോദിക്കും, ഒരാൾക്ക് റിക്കറ്റ്സ് ആണ്, അപ്പോൾ അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് മാറാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം? അപ്പോൾ റിക്കറ്റ്സ് വരാനുള്ള കാരണം വൈറ്റമിൻ ഡിയുടെ അഭാവമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കണം.
ചില സമയത്ത് ചോദിക്കും ഒരാൾക്ക് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, അപ്പൊ അത് മാറാൻ എന്ത് ചെയ്യണം? അപ്പൊ നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ അഭാവമാണ്. അപ്പൊ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എൻ്റെ കുട്ടിക്ക് പറയാൻ കിട്ടണം. മനസ്സിലായോ മക്കളെ? ഓക്കെ. അതേപോലെ തന്നെ ഈ ധാരാളം വൈറ്റമിൻസ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഗ്രീൻ ലീവ്സിൽ, അതായത് മുരിങ്ങയില, അതേപോലെ തന്നെ നമ്മുടെ ചീര, ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അപ്പം എൻ്റെ കുട്ടികളിൽ ഇതിൽ എത്ര പേർക്ക് ഫ്രൂട്ട്സും ഇലക്കറികളും ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്? ആരൊക്കെയാ? ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, ഇലക്കറികൾ ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയാ? നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാരാളം വൈറ്റമിൻ ലോസ് ഉണ്ടാവും. മുരിങ്ങ ലീവ്സ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയില, മിസ് ഇവിടെ എഴുതിയേക്കാം കേട്ടോ. മുരിങ്ങ ഇലയാണ് മുരിങ്ങ ലീവ്സ്. ദാ അവിടെ ഉണ്ട് മുരിങ്ങ ഇല. മുരിങ്ങ മരം ഇല്ലേ മക്കളെ? മുരിങ്ങ ഇല. സ്പിനാഷ് എന്ന് പറഞ്ഞാൽ ചീര. ഓക്കെ, കഴിക്കാറുണ്ടോ? ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം കേട്ടോ. ഇലക്കറികളൊക്കെ കഴിച്ചാലാണ് നമുക്ക് നല്ല ആരോഗ്യം വരിക. അപ്പം മിസ് പറഞ്ഞു വൈറ്റമിൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മിനറൽസ്, ധാതുക്കൾ. അതിൽ വരുന്നതാണ് അയേൺ. ഓക്കെ, പിന്നെ നമ്മുടെ കാൽഷ്യം, പിന്നെ നമ്മുടെ അയഡിൻ. അപ്പോൾ അയേൺ കിട്ടാൻ നമ്മൾ ഇലക്കറികൾ കഴിക്കണം, പിന്നെ നമ്മുടെ ശർക്കര, പിന്നെ ഫിഷ്, ലിവർ, കരളൊക്കെ കഴിക്കണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, നമ്മുടെ രക്തത്തിൽ നമുക്ക് റെഡ് കളർ കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് അയേൺ വേണം. അപ്പോൾ അയേൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിലാണ് ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയും ഭയങ്കര വിളർച്ചയുണ്ടല്ലോ അല്ലേ, എന്താണ് ഈ കുട്ടീനെ ഇങ്ങനെ വിളറി വെളുത്ത് കിടക്കുന്നതെന്നൊക്കെ പറയും. ഇതേപോലെ സാധാരണ ഒരാളുടെ കൈ ഇങ്ങനെ കുറച്ചൊരു റെഡിഷ് ആണെങ്കിൽ അയേൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞ കളറാവും. അയേൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഉള്ള അസുഖത്തിന് എന്താ പറയാന്നറിയാവോ? ഈ അസുഖത്തിന്റെ പേരാണ് അനീമിയ. അനീമിയ അഥവാ വിളർച്ച. അയേണിന്റെ അഭാവത്തിൽ നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് അനീമിയ അഥവാ വിളർച്ച. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണം? ധാരാളം ഇലക്കറികൾ, പിന്നെ നമ്മുടെ ഫിഷസ്, കരള്, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മുടെ കാൽഷ്യം. ഓക്കെ, കാൽഷ്യം നമുക്ക് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നമുക്ക് വേണം. ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനും നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക? പാല്, മുട്ട, ഇലക്കറികൾ, അതുപോലെ തന്നെ ഫിഷിൽ നിന്നൊക്കെ കിട്ടും. ഓക്കെ, കാൽഷ്യത്തിൻ്റെ അഭാവത്തിൽ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം കുറഞ്ഞു വരും. ഓക്കെ, പിന്നെയാണ് അയഡിൻ. അയഡിൻ്റെ അഭാവത്തിൽ അല്ലേ, അയഡിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സീ ഫുഡാണ് കഴിക്കേണ്ടത്. ഓക്കെ, സീ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ സീ ഫുഡ്സ് കഴിച്ചാൽ നമുക്ക് അയഡിൻ കിട്ടും. ഈ അയഡിനാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ കുട്ടികൾ പറഞ്ഞേ, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷന് അയഡിൻ വേണം. അപ്പോൾ അയഡിൻ ഇല്ലെങ്കിൽ എന്താ പറ്റുക? അയഡിൻ ഇല്ലെങ്കിൽ എന്താ മക്കളെ പറ്റുക? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ പറയുക ഗോയിറ്റർ. തൈറോയിഡ് ഗ്ലാൻഡ് അയഡിൻ്റെ അഭാവത്തിൽ വീർത്ത് വരുന്ന അസുഖമാണ് ഗോയിറ്റർ. അതേപോലെ തന്നെ നമ്മുടെ കാൽഷ്യത്തിൻ്റെ അഭാവത്തിലാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മൾ പറഞ്ഞു കാൽഷ്യം നമുക്ക് എന്തിനു വേണം? നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണം അല്ലേ. അപ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരും? നമ്മുടെ അസ്ഥികളിൽ നിറയെ പോഴ്സ് വരും. പോഴ്സ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ, കുറേ സുഷിരങ്ങൾ വരും. അപ്പം നമ്മുടെ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിനെയാണ് നമ്മൾ പറയുക ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എല്ല്, ബോണ്. പോറോസിസ് എന്ന് പറഞ്ഞാൽ കുറേ പോഴ്സ് വരിക, പെട്ടെന്ന് പൊട്ടിപ്പോവുക. ഓക്കെ, അപ്പോൾ ഈ മിനറൽസിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും ക്ലിയർ ആയോ മക്കളെ? അയേണിൻ്റെ ഡെഫിഷ്യൻസിയിൽ അനീമിയ അഥവാ വിളർച്ച, അയഡിൻ്റെ ഡെഫിഷ്യൻസിയിൽ ഗോയിറ്റർ, പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിയിൽ ഓസ്റ്റിയോപോറോസിസ്. ഇതെൻ്റെ മക്കൾക്ക് സെറ്റ് ആണെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയാവോ? ഇനി നമുക്ക് ബാക്കിയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൂടെ നോക്കാം. ഇത്രയും സെറ്റായോ? ഓക്കെ, ഇനി നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയിലാണ് വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ മക്കളെ സാധാരണ ഒരാൾക്ക് രാത്രിയിൽ ഇതുപോലെ കാണാൻ പറ്റും. പക്ഷേ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് രാത്രിയിൽ മങ്ങിയ വെളിച്ചമായിരിക്കുമല്ലോ അല്ലേ? ഇത് മങ്ങിയ വെളിച്ചല്ലേ, ഡിം ലൈറ്റ് അല്ലേ? അപ്പം ഡിം ലൈറ്റിൽ അയാൾക്ക് കാഴ്ച കിട്ടില്ല. ഓക്കെ, അപ്പം ഡിം ലൈറ്റ് അഥവാ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. പക്ഷേ മിസ് ഒരു ഡൗട്ട് വെക്കട്ടെ, രാത്രിയാണ് പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റുമോ? രാത്രിയാണ് പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല പ്രകാശം വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ?
അപ്പോൾ കാണാൻ പറ്റും, അതിനൊരു കുഴപ്പമില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ പുവർ വിഷൻ, കാഴ്ചക്കുറവ്. എപ്പോ? ഡിം ലൈറ്റിലും രാത്രിയിലും. പക്ഷേ എന്താണ്, ഡേ ടൈമിലും ബ്രൈറ്റ് ലൈറ്റ് ഓൺ നൈറ്റ്, രാത്രിയിൽ ഉണ്ടാവുന്ന തീവ്രപ്രകാശത്തിലും അയാൾക്ക് കാഴ്ച കിട്ടും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത്രയും ആലോചിക്കണം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രി ആണെങ്കിൽ നല്ല ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല പ്രകാശം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. വൈറ്റമിൻ എയുടെ അഭാവത്തിലുണ്ടാവുന്നതാണ്. പിന്നെ വൈറ്റമിൻ ബിയുടെ അഭാവത്തിലാണ് ഗ്ലോസിറ്റിസ്. അതായത് നമ്മുടെ നാവൊക്കെ ഇങ്ങനെ പൊള്ളിയതുപോലെ ഇങ്ങനെ വീർത്തൊക്കെ വരിക, നമുക്ക് അവിടെ ഇങ്ങനെ പുകച്ചിലെടുക്കുന്ന പോലത്തെ സെൻസേഷൻ. പിന്നെ മൗത്ത് അൾസർ, വായ്പുണ്ണൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അതൊക്കെ എവിടെയാണ്? നമ്മുടെ വൈറ്റമിൻ ബിയുടെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ്. ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ സ്വെള്ളൻ ടങ്, നാക്ക് ഇങ്ങനെ വീർത്തിരിക്കുക. പിന്നെ ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എരിച്ചിലുണ്ടാവുക. പിന്നെ വായ്പുണ്ണ് ഉണ്ടാവുക. ഓക്കെ, തൊലി ഇളകിയതുപോലത്തെ ഒരു അവസ്ഥ. വൈറ്റമിൻ സിയുടെ അഭാവത്തിലാണ് സ്കർവി, മോണയിൽ നിന്ന് രക്തം വരിക, ബ്ലീഡിങ് ഗം. ഓക്കെ, പിന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമ്മുടെ റിക്കറ്റ്സ്. ഇതാണ് നമ്മുടെ സ്കർവി കണ്ടോ, മോണയിൽ നിന്നിങ്ങനെ രക്തം വരികയാണ്. ഇതാണ് റിക്കറ്റ്സ്. നമ്മുടെ എല്ലാം എന്ത് ചെയ്യാണ്? ഇങ്ങനെ വളഞ്ഞു വരിക, റാ പോലെ ആവാണ് റിക്കറ്റ്സ്. റാ കണ്ടോ, കാല് സാധാരണ ഇങ്ങനെ നിൽക്കേണ്ടതിന് പകരം റാ പോലെ ആവാണ്. അപ്പം റിക്കറ്റ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഇത്ര എൻ്റെ കുട്ടിക്ക് സെറ്റ് ആണെങ്കിൽ നമ്മളത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് നമുക്ക് എന്താണ്, പോഷകേതര ഘടകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പോഷകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം പോഷകങ്ങളാണ്. പോഷകേതര ഘടകങ്ങൾ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ മക്കളെ പോഷകേതര ഘടകങ്ങൾ? അത് പോഷകങ്ങളല്ലാത്ത 2 സാധനം, പക്ഷെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഏതൊക്കെയാ? വെരി ഗുഡ്. വാട്ടർ അഥവാ ജലം, അതേപോലെ തന്നെ ഫൈബർ അഥവാ നാരുകൾ. ഈ 2 സാധനവും നമ്മൾക്ക് ന്യൂട്രിയൻസ് അല്ല ഇത്, പക്ഷെ നമുക്കിത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ആയിട്ട് മാംഗോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫൈബർ കിട്ടും. ഫ്രൂട്ട്സിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. പക്ഷേ ഇതിന് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് നീര് മാത്രമേ കിട്ടുള്ളൂ, അതിൻ്റെ ഫൈബറിൻ്റെ ഗുണങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ റോ ആയിട്ട് മാംഗോ കഴിക്കുന്നതാണോ മാംഗോ ജ്യൂസ് കുടിക്കുന്നതാണോ നല്ലത്? ഏതാണ് നല്ലത്? നമുക്ക് ഫൈബർ ഒക്കെ കിട്ടാൻ ഏതാ നല്ലത്? നമ്മൾ റോ ആയിട്ടുള്ള മാംഗോ കഴിക്കുന്നതാണ്. കാരണം ഈ ഫൈബർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത് നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ടൊരു തടസ്സമൊന്നുമില്ലാതെ, എന്ന് വെച്ചാൽ മലബന്ധം ഉണ്ടാവില്ലേ, ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പം അത് ഫൈബറിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നല്ല സ്മൂത്തായിട്ട് രാവിലെ ടോയ്ലറ്റ് പോയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം? ധാരാളം കഴിക്കണം. അപ്പം നമ്മുടെ ബനാന സ്റ്റെം, നമ്മുടെ വാഴക്കൂമ്പ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എന്താണ്? ധാരാളം ഫൈബർ ഉണ്ടാവും കേട്ടോ. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഇതിനെന്തിനൊക്കെയാ? ദഹനം, നമ്മുടെ കഴിച്ച ഭക്ഷണത്തിനെ നല്ല പോലെ ദഹിപ്പിക്കാൻ, പിന്നെ വൻകുടലിലൂടെ വിസർജ്യങ്ങൾ നല്ലപോലെ പിന്തള്ളാനൊക്കെ നമുക്ക് എന്ത് വേണം? നമുക്ക് ഫൈബർ വേണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെല്ലുലോസ് ആണ്. ഓക്കെ, ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത സെല്ലുലോസ് ആണ് നാരുകൾ. ഓക്കെ, അപ്പം നിങ്ങൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ രാവിലെ ടോയ്ലറ്റ് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നതാണ് വെള്ളം. വെള്ളം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 70% എന്താണ്? വെള്ളമാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ കുറേ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ, ദഹനം പ്രശ്നത്തിലാവും. സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ എത്തില്ല. പിന്നെ നമ്മുടെ വിസർജന വ്യവസ്ഥയൊക്കെ പ്രശ്നത്തിലാവും. അത് മാത്രമല്ല നമ്മുടെ ബ്രെയിനിലൊക്കെ ധാരാളം വെള്ളം ഇല്ലെങ്കിൽ, ചെറിയ അളവിൽ വെള്ളം കുറഞ്ഞാൽ തന്നെ നമുക്ക് തലവേദന വരും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കാറുണ്ടോ? അപ്പം നമുക്ക് ഒരുമിച്ച് വെള്ളം കുടിക്കാമല്ലോ. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. ഏകദേശം 10 to 12 ഗ്ലാസ് വെള്ളം, 2 ലിറ്റർ മിനിമം നമ്മൾ കുടിച്ചിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ വെജിറ്റബിൾസ്, നല്ല വെള്ളമുള്ള വെജിറ്റബിൾസ് ആണ് നമ്മുടെ ക്യുക്കമ്പർ, വെള്ളരി, അതുപോലെ തന്നെ വാട്ടർ മെലൺ. ഇതിൽ വെജിറ്റബിൾസിലൊക്കെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ധാരാളം വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം മക്കളെ? ബാലൻസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ആവശ്യമുള്ള അളവിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം, അതാണ് ഒരു ബാലൻസ്ഡ് നമ്മുടെ ഡയറ്റ് എന്ന് പറയണേ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും പോർഷൻ മതി നമുക്ക് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റൈസ് ഉൾപ്പെടുത്താം, പിന്നെ നമ്മുടെ ട്യൂബേഴ്സ് ഉൾപ്പെടുത്താം,
കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം, പിന്നെ നമ്മുടെ ഏതാ ഗോതമ്പ് അല്ലേ, വീറ്റ് ഉൾപ്പെടുത്താം. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, പ്രോട്ടീൻ എത്ര വേണം? ബാക്കി ഇത്രയും പോർഷൻ നമുക്ക് പ്രോട്ടീൻ വേണം. നമ്മുടെ ഗ്രീൻ ഗ്രാം എടുക്കാം, ചെറുപയർ, പനീർ, ഫിഷ്, പിന്നെ നമ്മുടെ മിൽക്ക്, എഗ്ഗ്, ഇതെല്ലാം പ്രോട്ടീനാണ്. ഓക്കെ, മിൽക്ക് എടുക്കാം, എഗ്ഗ് എടുക്കാം, ഫിഷ് എടുക്കാം, ഇതൊക്കെ പ്രോട്ടീനിൽ വരും. പിന്നെ നമ്മുടേതാ മിനറൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏതൊക്കെ വരും? നമ്മുടെ ലീഫി വെജിറ്റബിൾസിൽ ധാരാളം മിനറൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ എഗ്ഗിലുണ്ട്, മിൽക്കിലുണ്ട് അല്ലേ, ഇതിനകത്തൊക്കെ നമുക്ക് മിനറൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ വൈറ്റമിൻസ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഗൂസ്ബെറി ഉണ്ട്, പപ്പായ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് പറയാം വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്? നമ്മുടെ ക്യാരറ്റ്, നമുക്ക് വൈറ്റമിൻ എ കിട്ടും അല്ലേ? യെസ്. പിന്നെ നമ്മുടെ ഫാറ്റ് വളരെ കുറച്ച് മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തരും. അതായത് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഫോട്ടോ പോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരും. എന്നിട്ട് നമ്മളോട് പറയുന്നതാ, ഒരാൾ ഇത്രയുമാണ് അയാളുടെ ഭക്ഷണം, ഇത്രയും കാർബോഹൈഡ്രേറ്റ്, ഇത്രയും പ്രോട്ടീന്, ഇത്രയും ഫാറ്റ്, ഇത്രയും ഫ്രൂട്ട്സ്, ഇത് ബാലൻസ്ഡ് ആണോ? നിങ്ങൾ പറഞ്ഞേ മക്കളെ, ഇത് ബാലൻസ്ഡ് ആണോ? ഇങ്ങനെയുള്ളൊരു ആഹാരശീലം ബാലൻസ്ഡ് ആണോ? ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ് കേട്ടോ, ഗൂസ്ബെറി നെല്ലിക്ക. മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഇന്നത്തെ ലൈവിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ നോട്ട്സ് എൻ്റെ കുട്ടിക്ക് കിട്ടുമ്പോൾ ഈ നോട്ട് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഓണം എക്സാം സെറ്റാണ്. ഇത് തെറ്റാണ് അല്ലേ? ഇത്രയും കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ പ്രോട്ടീൻ നമുക്ക് ഏകദേശം പകുതിയോളം പ്രോട്ടീൻ വേണം. ഫാറ്റ് നമ്മൾ ഇത്രയും കഴിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ലാസ്റ്റ് ടോപ്പിക്ക്, ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതായത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ അശ്രദ്ധയോ നമ്മുടെ അറിവില്ലായ്മയൊക്കെ കാരണം പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ? എന്തൊക്കെ കാര്യങ്ങളാണ്? അമരാന്തസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്, ചേനയാണ് കേട്ടോ. യെസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മക്കളെ? വേഗം പോരട്ടെ. നിങ്ങൾ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. യെസ്. വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? കുക്ക് ചെയ്യുന്നതിന് അല്ലെ, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യരുത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ ഓവർ കുക്കിംഗ് പാടില്ല. വെരി ഗുഡ്. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയോ ജസ്റ്റ് കുക്കിങ്ങിന് തൊട്ട് മുന്നേ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മൾ കഴിക്കണം. വെരി ഗുഡ്. ഓവർ കുക്ക് ചെയ്യരുത്. കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യരുത്. വെരി ഗുഡ്. പിന്നെയോ അടച്ച് വെച്ച് വേണം പാകം ചെയ്യാൻ. അപ്പോൾ എന്താ, മിനിമം വാട്ടർ മാത്രം കുക്കിങ്ങിന് ഉപയോഗിക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. മീഡിയം ഹീറ്റിൽ മാത്രം അല്ലേ, ഭയങ്കരമായിട്ട് തീ കൂട്ടി വെച്ച് കുക്ക് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യുക? കുക്ക് ചെയ്യണ സമയത്ത് അടച്ചു വെക്കുക. കാരണം വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ആവിയായിട്ട് പോയി പോകും. അപ്പോൾ അടച്ചു വെച്ച് പാചകം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യരുത്? കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്. കട്ട് ചെയ്തതിന് ശേഷം കഴുകിയാൽ വെള്ളത്തിൽ ഒളിച്ചു പോകുന്ന വൈറ്റമിൻസ് ഒക്കെ പോയി പോകും. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വെള്ളം കിട്ടും. ആ വെള്ളം കളയരുത്. ആ വെള്ളത്തിനകത്തൊക്കെ പോഷകങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക? കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് മാത്രം കഴിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വീണ്ടും ചൂടാക്കരുത്. ചൂടാക്കുന്നത് നമ്മുടെ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മാറും. അപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് മാത്രം കഴിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ മക്കൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്കും വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ.